Welcome to Blessing Today. Blessing Todayയിലേക്ക് സ്വാഗതം. I believe today God is going to do something new, something wonderful in your life. ദൈവം ഇന്ന് എന്തൊക്കെയോ മഹത്വകരമായ പുതിയതായ എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ്. Stay with us till the end of this episode. ഈ എപ്പിസോഡ് അവസാനിക്കുന്നവരെയും ഞങ്ങളുടെ കൂടെ ആയിരിക്കുക. Don't deviate in between. ഇതിനിടയിൽ നിങ്ങളുടെ ശ്രദ്ധ പതറിപ്പോകരുത്. Hallelujah. Hallelujah. We are going to pray for the sponsors of this particular episode. ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ കൊങ്ങണ്ണൂരിൽ നിന്ന് ശാന്ത മാത്യൂസ് ആണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്പോൺസർ. Thank you so much, Shanta Matthews. മെയ് 15 ജന്മദിനമാണ്. Wow. Happy birthday in advance. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ശാന്ത മാത്യൂസിനെ അനുഗ്രഹിക്കുന്നു. വീടും സ്ഥലവും നല്ല തുകയ്ക്ക് വിൽക്കുവാനും പുതിയ വീടും സ്ഥലവും ലഭിക്കുവാനും മകൻ നിതീഷിന് നല്ല ശമ്പളത്തോടെ ജോലി ലഭിക്കുവാനും കൊച്ചുമകൻ അയാൻ വാശി മാറി ദൈവവൈദ്യലായി ആരോഗ്യത്തോടെ വളരുവാൻ കർത്താവ് മാത്യൂസിൻ്റെ ആരോഗ്യത്തിനായി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ കൊല്ലം ബ്ലെസ്സിംഗ് സെൻ്ററിൽ നിന്ന് ഒരു വെൽവിഷറാണ്. Thank you so much. മെയ് 8, അതായത് നാളെ മകൻ്റെ ജന്മദിനവും വിവാഹ നിശ്ചയവുമാണ്. Best wishes and a happy birthday. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മെയ് 10 നടക്കുന്ന മകൻ്റെ വിവാഹവും കുടുംബജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകനും സുഹൃത്തുക്കളും എക്സാമിൽ വിജയിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വെൽവിഷറിൻ്റെ കാലിലെ മുറിവ് പൂർണ്ണമായി ഉണങ്ങുവാൻ, വെരിക്കോസ് വെയിൻ സൗഖ്യമാകാനും കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you all sponsors. May God bless you. എല്ലാ സ്പോൺസേഴ്സിനോട് പ്രത്യേകമായി നന്ദി. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. And I encourage all of you also to join in this journey. അതുപോലെ തന്നെ ഈ ജേണിയിലേക്ക്, ഈ യാത്രയിലേക്ക് നിങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. You can also become a sponsor or a partner of this ministry. ഈ ഒരു ശുശ്രൂഷയുടെ പാർട്ട്ണറായിട്ടോ സ്പോൺസറായിട്ടോ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. And let's worship the Lord together with Blessing Today Praise and Worship team. Blessing Today Praise and Worshipനോട് കൂടെ ചേർന്ന് നമുക്കും കർത്താവിനെ ആരാധിക്കാം. ആമേൻ. നമുക്ക് കരങ്ങളെല്ലാം ചേർത്തടിച്ചുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ കർത്താവിന്റെ വേഗം വരൂ. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് ദാവൂദൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം ഉണ്ടാവർക്ക്. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുന്നവർ. ദാവൂദൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവൂദൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ, കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ, മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക്. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം
സന്തോഷമുണ്ടാം അവർക്ക്. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക്. All right, today we are going to discuss about Jesus' appearance on earth. ഇന്ന് യേശു കർത്താവ് ഈ ഭൂമിയിൽ കാണപ്പെട്ട രൂപം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. Because we have seen a lot of different portraits done by Leonardo da Vinci, Italian painters, and sometimes we see a halo around Jesus' head. കാരണം നമ്മുടെയൊക്കെ പലരുടെയും മനസ്സിൽ യേശുവിനെ കുറിച്ച് വരച്ചിട്ടുള്ള ചിത്രങ്ങൾ, അത് ലിയനാർഡോ ഡാ വിഞ്ചി ആകാം, മറ്റ് ഇറ്റാലിയൻ ചിത്രകാരന്മാരും മറ്റും വരച്ചിട്ടുള്ള യേശുവിൻ്റെ തലയ്ക്ക് ചുറ്റും വന്നിട്ടുള്ള വെളിച്ചം പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരമുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് അത്തരത്തിലുള്ള രൂപസാദൃശ്യമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. But how did Jesus look like? എന്നാൽ യേശു കർത്താവ് എങ്ങനെയാണ് കാണപ്പെട്ടിരുന്നത്? Let me tell you, Jesus was like an ordinary man. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് കാണപ്പെട്ടത്. In other words, his divinity was wrapped up in human flesh. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവൻ്റെ ദൈവത്വം മനുഷ്യ ജഡത്താൽ മൂടപ്പെട്ടിരുന്നു. That means inside that human body, which looked very, very, very normal human body of a Jewish young man, there was God hiding. ഓർക്കുക, ദൈവം അവിടെ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെറും ഒരു മനുഷ്യ രൂപം, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന യഹൂദ ചെറുപ്പക്കാരെ പോലെ തന്നെയുള്ള യുവാവിനെ പോലുള്ള ഒരു ശരീരമായിരുന്നു യേശുവിൻ്റെതും. Luke 1:31. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാമത്തെ വചനം. You will conceive and give birth to a son, and you are to call him Jesus. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. Normal. സാധാരണ കാര്യം. As I repeatedly told you that Jesus was born into an ordinary family. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഒരു സാധാരണ കുടുംബത്തിലാണ് യേശു പിറന്നത്. I heard once a preacher saying, I forgot his name, he was saying Jesus was born into a normal family. ഒരു പ്രാസംഗികൻ കുറേ നാളുകൾക്ക് മുമ്പ് പ്രസംഗിച്ച് ഞാൻ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. യേശു ഒരു സാധാരണ കുടുംബത്തിലാണ് പിറന്നത്. Jesus' parents, his father was Norman and his mother was Norma. തൻ്റെ പിതാവ് ഒരു നോർമനും തൻ്റെ മാതാവ് ഒരു നോർമയുമായിരുന്നു. Meaning he was born into a very, very normal surroundings, normal circumstances, normal conditions, normal parents, everything was normal. കാരണം അവൻ ജനിച്ച് പിറന്നു വീണ സ്ഥലം അത് സാധാരണ സ്ഥലമായിരുന്നു. സാധാരണ മാതാപിതാക്കൾ, സാധാരണ വ്യക്തികൾ, സാധാരണ പശ്ചാത്തലം, അതിലാണ് അവൻ പിറന്നു വീണത്. Luke 2:7. ലൂക്കോസിന്റെ സുവിശേഷം 2:7. And she gave birth to her firstborn, a son. She wrapped him in clothes and placed him in a manger, because there was no guest room available for them. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. Now listen to me. ദയവായി ശ്രദ്ധിച്ചാൽ. How many ladies listening to me? Raise your hands. എത്ര സ്ത്രീകൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്? കൈകളൊന്ന് ഉയർത്തി കാണിക്കാമോ? Suppose you are married and you are pregnant. ഉദാഹരണമായിട്ട് നിങ്ങൾ വിവാഹം കഴിഞ്ഞു, നിങ്ങളിപ്പോൾ ഗർഭവതിയാണ്, 9th month, 9-ാമത്തെ മാസം, and you are traveling നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുകയാണ് with your husband, നിങ്ങളുടെ ഭർത്താവ് ഒന്നിച്ച്. and on the way you have the labor pain. പോകുന്ന വഴിയിൽ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് പ്രസവ വേദന ഉളവാകും. There is no time you go to reach a hospital, ഒരു ആശുപത്രി വരെ എത്തിച്ചേരുവാനുള്ള സമയമില്ല. but you need at least a room. പക്ഷെ നിങ്ങൾക്ക് കുറഞ്ഞ പക്ഷം ഒരു മുറിയെങ്കിലും വേണം. So you are rushing to a neighbor hotel, നിങ്ങൾ അങ്ങനെയെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടൽ റൂമിലേക്ക് ഓടിച്ചെല്ലും. and your husband is rushing to the reception counter. നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു റിസപ്ഷൻ കൗണ്ടറിലേക്ക് ഓടിച്ചെല്ലും. I want a room. എനിക്കൊരു റൂം വേണം. Sorry sir, no room here. അയ്യോ
സാറേ ഇവിടെ റൂമൊന്നുമില്ല, All rooms are occupied. എല്ലാ റൂമും തിങ്ങി നിറഞ്ഞിരിക്കുക. Somehow, please, madam, try. ഓ മാഡം അത് പറഞ്ഞാൽ പറ്റില്ല, എങ്ങനെയും ഒരു റൂം തരണം. My wife is about to give birth to a child. എന്റെ ഭാര്യ ഇപ്പോൾ പ്രസവിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. Somehow, please. എങ്ങനെയെങ്കിലും എനിക്കൊരു റൂം തരണം. These days you will understand the situation. ഈ ദിവസങ്ങളിൽ ഈ ഒരു അവസ്ഥ നമുക്ക് വേഗത്തിൽ മനസ്സിലാകും. Because of this pandemic, people are running, even fighting for beds in hospitals, for ventilators, for oxygen cylinders. Jesus' parents were facing the same thing. ഓർക്കുക, ഈ ദിവസങ്ങളിൽ കോവിഡ് രോഗികളുടെ കാര്യത്തിൽ കിടക്കയ്ക്ക് വേണ്ടിയിട്ട്, വെന്റിലേറ്ററിന് വേണ്ടിയിട്ട്, ഓക്സിജന് വേണ്ടിയിട്ട് ഒക്കെ പരസ്പരം ആളുകൾ മല്ലടിക്കത്തക്ക വിധത്തിൽ ഉള്ള തിരക്കുകൾ ഒക്കെ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ യേശുവിൻ്റെ മാതാപിതാക്കളും അന്ന് കടന്നുപോയി. Okay, your husband is pleading with, but there is no other way. Finally, you are getting a shack behind the backyard of the hotel. എന്നാൽ നിങ്ങളുടെ ഭർത്താവ് ഒത്തിരി ശ്രമിച്ചു, കിട്ടുന്നില്ല. എന്നാൽ ഹോട്ടലിൻ്റെ പിൻവശത്തുള്ള ഒരു മറയുള്ള ഒരു സ്ഥലം മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നു. And you are giving birth to a son. നിങ്ങളുടെ മകന് നിങ്ങൾ ജന്മം കൊടുക്കുന്നു. This is the way Jesus was born. ഈ വിധത്തിലാണ് യേശു കർത്താവും ജനിച്ചത്. An ordinary family, ordinary facilities, nothing special, going through challenges. ഓർക്കുക, ഒരു സാധാരണ കുടുംബം, സാധാരണ പശ്ചാത്തലം, പ്രത്യേകിച്ച് യാതൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് യേശു കർത്താവ് ജനിച്ചത്. And in appearance, when he was born, the baby was not radiating or transmitting some rays, electromagnetic rays, or some halo around, glowing, no light, nothing was there. എന്നാൽ ഈ ശിശു ജനിച്ച സമയത്ത് ഈ ശിശുവിൽ നിന്ന് അത്ഭുത പ്രകാശകിരണങ്ങൾ പുറപ്പെടുകയോ തലയ്ക്ക് ചുറ്റും പ്രത്യേകമായിട്ടുള്ള വെളിച്ചത്തിന്റെ വലയങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. Just like you were born, just like I was born, he was born. നിങ്ങൾ ജനിച്ചതുപോലെ ഞാൻ ജനിച്ചതുപോലെ അവരും ജനിച്ചു. Now, after he was born, they had to go through a lot of challenging times, and there was threat, and they had to take him to another country, Egypt. ജനനത്തിന് ശേഷമായിട്ട് ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതായി വന്നതുകൊണ്ട് അടുത്ത രാജ്യത്തിലേക്ക് അവർക്ക് പലായനം ചെയ്യേണ്ടതായി വന്നു. And maybe to provide for the growth of the child, the Magi from the east brought some gifts. ഒരു പക്ഷേ വിദ്വാൻമാർ നൽകിയ ആ സമ്മാനങ്ങളുമായിട്ട് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. They brought myrrh, frankincense and gold. അവർ കൊണ്ടുവന്നത് സ്വർണം, അതുപോലെ കുന്തിരിക്കം, മൂര് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. All costly items. എല്ലാം തന്നെ വിലയേറിയ വസ്തുക്കളായിരുന്നു. Maybe that supported in growing, that supported Joseph and Mary in growing the child. ഒരു പക്ഷേ ഈ സമ്മാനങ്ങളായിരിക്കാം ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ, മറ്റൊരു ദേശത്ത് വളർത്തിയെടുക്കുവാനായിട്ട് ജോസഫിനെയും മറിയത്തിനെയും സഹായിച്ചത്. And whenever I read this portion, I give a message to people. എപ്പോഴൊക്കെ ഞാൻ ഈ ഭാഗം വായിക്കുമോ അപ്പോഴൊക്കെ എനിക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ ഒരു സന്ദേശം ഉണ്ടാകും. Look at me. ദയവായി ശ്രദ്ധിച്ചാലും, If God gave you children, He will also give you some provision to raise them up. ഓർക്കുക, ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ആ മക്കളെ വളർത്തിയെടുക്കാനുള്ള കരുതലും അവൻ കരുതി വെച്ചിട്ടുണ്ട്. Hallelujah. Hallelujah. All the parents shout hallelujah. എല്ലാ മാതാപിതാക്കളും ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ Hallelujah. Hallelujah. Because along with the children, everything that they need, the food, the clothing, the accommodation, the fee, the tuition fee, the bus fare, everything God will provide if you have faith through some means or other. ഓർക്കുക, നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ യാത്രകൾ, അവരുടെ ഫീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. Another message I want to give you is this: Jesus was born into this normal family. മറ്റൊരു സന്ദേശം എനിക്ക് പറയുവാനുള്ളത്, യേശു കർത്താവ് ഒരു സാധാരണ കുടുംബത്തിലാണ് പിറന്നു വീണത്. But because he was a royal child, because he was born as the king of the Jews, the wise men from the east are coming, traveling
huge distance bringing costly gifts. യേശു കർത്താവ് ഒരു രാജകീയ കുടുംബത്തിൽ പിറന്നു വീണതുകൊണ്ട് തന്നെ പ്രത്യേകതകളോടെ പിറന്നു വീണതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് കിഴക്ക് എന്നുള്ള വിദ്വാൻമാർ പ്രത്യേക സമ്മാനങ്ങളുമായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് തന്നെ കാണാൻ വരും. Jesus is born into your family, gifts will come, provision will come, blessings will come, prosperity will come to your family. ഹല്ലേലൂയ. യേശു കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ പിറന്നു വീണിട്ടുണ്ടെങ്കിൽ സമ്മാനങ്ങൾ, അനുഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ഐശ്വര്യം, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരും. Only Joseph and Mary had the privilege to raise the real Jesus boy. അവർക്ക് യേശു എന്ന യഥാർത്ഥ ബാലനെ വളർത്തിയെടുക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് യോസഫിനും മേരിക്കുമായിരുന്നു. But we all have received a great privilege that Jesus is born in the manger of our heart. എന്നാൽ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ പുൽത്തൊട്ടിക്കകത്തേക്ക് യേശുവിനെ ജനിപ്പിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. And when Jesus is born here, blessings also will come. ഓർക്കുക, യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പിറന്നു വീണ് കഴിയുമ്പോൾ അനുഗ്രഹങ്ങൾ വരികയാണ്. Believe it or not, you agree or not, you cannot separate blessings from Jesus. ഓർക്കുക, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു സത്യം പറയാം, നിങ്ങൾക്കൊരിക്കലും അനുഗ്രഹങ്ങളെ യേശുവിൽ നിന്ന് അകറ്റി നിർത്താൻ സാധ്യമല്ല. Believe it or not, you agree it or not, you cannot separate miracles from Jesus. അതുമാത്രമല്ല, നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഒരു സത്യം പറയാം, അത്ഭുതങ്ങളെ യേശുവിൽ നിന്ന് അകറ്റി മാറ്റുവാൻ സാധ്യമല്ല. Somebody shout hallelujah. എത്ര ചേർന്ന് ഉറക്കൊരു ഹല്ലേലൂയ പറയൂ. Fill the live chat with hallelujahs and thank you Jesus, glory and praise the Lord. ഇപ്പോൾ ലൈവ് ചാറ്റിലേക്ക് താങ്ക് യു ജീസസ്, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ പറഞ്ഞ് നിറയ്ക്കുക. Amen. ആമേൻ. As I told you, Jesus had his first and last foreign trip when he was below age 2 to Egypt. യേശു കർത്താവിൻ്റെ ഏറ്റവും ആദ്യത്തേതും ഒടുവിലത്തേതുമായിട്ടുള്ള വിദേശ യാത്ര എന്നുള്ളത് തനിക്ക് 2 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ ഈജിപ്തിലേക്ക് നടത്തിയ യാത്രയാണ്. You can read about this in Matthew chapter 2. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ഇത് വായിക്കാൻ സാധിക്കും. You can write that down 13 to 15. അതിന്റെ 13 മുതൽ 15 വരെയുള്ള വേദവചനങ്ങളിലൂടെ നമുക്കത് കാണാൻ സാധിക്കും. Now, how did you know that Jesus had no halo around? യേശുവിൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശവലയം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? It's very clear. അത് വളരെ വ്യക്തമാണ്. Because among the crowd, Jesus was not distinctly known as the Son of God. കാരണം ജനക്കൂട്ടത്തിന്റെ നടുവിൽ യേശു കർത്താവ് ദൈവപുത്രൻ എന്ന് പറയുന്ന ഒരു പരിവേഷത്തിലല്ലായിരുന്നു ജീവിച്ചത്. Because Jesus was publicly preaching everywhere, but for the Roman soldiers and others to arrest him, Judas had to kiss him to tell them that this is Jesus, because he was as ordinary as others. കാരണം യേശു കർത്താവിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ തന്നെ തോന്നുമായിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന ആ രാത്രിയിൽ തൻ്റെ ശിഷ്യനായിരിക്കുന്ന യൂദാസിന് തന്നെ ചുംബിച്ച് വേണമായിരുന്നു യേശുവാണ് ഈ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി, ഇതാണ് യേശു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്രത്തോളം തൻ്റെ കൂടെയുള്ളവരുമായിട്ട്, തൻ്റെ ശിഷ്യന്മാരുമായിട്ട് വളരെയധികം സാമ്യമുള്ള സ്വാഭാവികമായി തന്നെയുള്ളൊരു വ്യക്തിത്വത്തിനുടമയായിരുന്നു യേശു കർത്താവ്. Now, many people complain, how was Jesus' life till he was 30 years? ചില ആളുകൾ പരാതി പറയുന്ന കാര്യം ഇതാണ്, യേശു കർത്താവിന് 30 വയസ്സ് വരെയുള്ള തൻ്റെ ജീവിതം എപ്രകാരമുള്ളതായിരുന്നു? Why nothing is mentioned in the Bible? എന്തുകൊണ്ടാണ് ആ കാര്യങ്ങളൊന്നും ബൈബിളിൽ പരാമർശിക്കാത്തത്? Not nothing, there are some mentions about that in the Bible. എല്ലാം ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. But it is not relevant for us. That's why the details are not given. കാരണം അതൊന്നും തന്നെ നമ്മെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. Especially between the year 12 and year 30, the 18 years, nothing in detail is given. പ്രത്യേകിച്ച് 12ാമത്തെ വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള 18 വർഷങ്ങളിൽ അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. Why? എന്തുകൊണ്ട്? Because he was living as an ordinary Jewish young man. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ ജീവിച്ചത് ഒരു സാധാരണ യഹൂദ ബാലകനെ പോലെയാണ്. As I told you, he was helping his parents.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ തൻ്റെ മാതാപിതാക്കളെ സഹായിക്കുകയായിരുന്നു. He was doing most probably his father's profession, carpentry. ഒരു പക്ഷേ തൻ്റെ പിതാവിൻ്റെ തൊഴിലായിട്ടുള്ള മരപ്പണിയായിരിക്കാം താൻ ചെയ്തത്. And maybe in the coming episodes I will throw some lights into that also. ഈ കാര്യത്തിൽ വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ കൂടെ ഞാൻ വരുന്ന എപ്പിസോഡുകൾ നൽകുന്നതായിരിക്കും. And there is no reference or there is no mention that Jesus performed any miracle before he was 30 years. യേശു കർത്താവ് 30 വയസ്സാകുന്നവരെയും ഏതെങ്കിലും അത്ഭുതങ്ങൾ ചെയ്തിരുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു രേഖകളും നമുക്ക് കാണാൻ സാധിക്കും. There are some stories circulating saying that Jesus was a miracle boy. Wherever he went, there was a miracle. Here was a miracle. When he was playing with the neighbors' children, the miracle happened. Nothing is mentioned in the Bible. ഓർക്കുക, ചില ആളുകൾ പറയുന്നത് വിശ്വസിക്കുന്നതും യേശു കർത്താവ് ബാലനായിരുന്ന സമയത്ത് അവൻ പോയിടത്തെല്ലാം അത്ഭുതങ്ങൾ നടന്നു, പോയ വീടുകളിൽ അയൽവക്കങ്ങളിൽ ഒക്കെ അത്ഭുതങ്ങൾ നടന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പലരും പറയുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ പുതിയ നിയമത്തിലെ ബൈബിൾ വചനങ്ങൾ സുവിശേഷങ്ങളിൽ കാണുവാനില്ല. According to the Bible, Jesus started his first miracle. He did his first miracle in the wedding house at Cana. ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ യേശു കർത്താവ് ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്നുള്ളത് കനായിലെ കല്യാണ വീട്ടിൽ നടന്ന അത്ഭുതമാണ്. So what I'm trying to say is this: in appearance he was an ordinary man. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുറമേ നിന്ന് നോക്കുമ്പോൾ അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. And what about his dress? അവന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? What color? എന്ത് കളറായിരുന്നു? And what stuff? Cotton, terracotta, polyester, what? എന്ത് സ്റ്റഫായിരുന്നു? കോട്ടൺ ആണോ, ടെറിക്കോട്ടൺ ആണോ, പോളിസ്റ്റർ ആയിരുന്നോ? The Bible says when Jesus was led to the cross, before that they took his garment, outer garment. യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുന്നമേ തന്നെ ബൈബിൾ വ്യക്തമായി പറയുന്നു യേശുവിൻ്റെ മേലങ്കി അവിടെ നിന്ന് ഊരി മാറ്റി. And that was a seamless garment. അത് കഷ്ണങ്ങൾ കൂട്ടിച്ചേർക്കാതെ ഒറ്റയായി തയ്ച്ചുണ്ടാക്കിയ ഒരു ഉടുപ്പായിരുന്നു. And it is said that such dress were very costly in those days. ആ കാലഘട്ടങ്ങളിൽ അത്തരം ഉടുപ്പുകൾ വളരെ വിലയേറിയതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. So many people believe that Jesus was given one little garment, one little dress when he was a small boy. യേശു കർത്താവ് ചെറിയ ബാലകനായിരുന്നപ്പോൾ അവനൊരു കൊച്ചു ഉടുപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതാണ് പലരും പറയുന്നത്. It was a seamless garment. അത് ഇതുപോലെ തന്നെ ഒറ്റ തുന്നലിലുള്ള ഉടുപ്പായിരുന്നു അത്. And as Jesus grew, the dress also grew. എന്നാൽ യേശു കർത്താവ് വളരുന്നതിനനുസരിച്ച് ആ വസ്ത്രവും വളർന്നു വന്നു. Nothing is mentioned in the Bible. അതൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. Some people think that Jesus had only one dress. ചില ആളുകൾ ചിന്തിക്കുന്ന യേശുവിന് ഒരൊറ്റ ഉടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. Nothing is mentioned like that in the Bible. അതും ബൈബിളിൽ കാണുന്നില്ല. Most probably Jesus had many changes of clothes because he was constantly traveling. മിക്കവാറും യേശു കർത്താവിനെ മാറ്റിയെടുക്കാൻ പല വസ്ത്രങ്ങളുണ്ടായിരിക്കും. കാരണം അദ്ദേഹം തുടർമാനമായിട്ട് യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. Many rich people, including women, they were funding Jesus' ministry. ഒത്തിരി ധനികന്മാരായിട്ടുള്ള വ്യക്തികൾ, സ്ത്രീകൾ ഉൾപ്പെടെ പലരും യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പണം കൊടുത്ത് സഹായിക്കുമായിരുന്നു. That is mentioned in Luke chapter 8, 1-3. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിലാണ് ഇത് കാണാൻ സാധിക്കുന്നത്. So the people funded Jesus' ministry, his travels, his itinerant preaching ministry, etc. The same people provided clothes also with him. ഓർക്കുക, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ്റെ മറ്റ് കാര്യാദികൾക്ക് വേണ്ടി ഒക്കെ പണം നൽകിയിട്ടുള്ള അതേ ആളുകൾ യേശു കർത്താവിന് വസ്ത്രവും നൽകി കാണും. And many people even think that Jesus had no footwears. ഒത്തിരി ആളുകൾ ചിന്തിച്ചിരിക്കുന്ന യേശു കർത്താവിന് ഒരു കാലിലണിയാനുള്ള ഒരു ചെരുപ്പില്ല എന്നുള്ളത്. People picturize all these things because they think that Jesus was living like a monk. ആളുകൾ ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ ആളുകളുടെ മനസ്സിലുള്ളൊരു ധാരണ യേശു കർത്താവ് ഒരു സന്യാസിയെ പോലെ ആയിരുന്നു. Not at all. Jesus was never a monk. ഓർക്കുക, ഒരിക്കലുമല്ല, യേശു കർത്താവ് ഒരു സന്യാസി ഒരിക്കലുമല്ലായിരുന്നു. And people think that Jesus was very poor and he was wearing ragged clothes with holes here and there and without any footwear. He was barefooted, he was walking. It was not like that. Take away that picture. The Bible does not say that he had changes of clothes, and he had very good clothes provided by
his well-wishers and ministry supporters. ഓർക്കുക, യേശു കർത്താവ് വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ച്, തുളയൊക്കെ വീണിട്ടുള്ളത് പോലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്ന, പ്രാകൃതമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതരുത്. യേശു കർത്താവ് ആ കാലത്തിൽ ഏറ്റവും വിലയേറിയ, മറ്റുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ സഹായിക്കുന്നതിലൂടെ വളരെ വിലയേറിയ വസ്ത്രം തന്നെയാണ് യേശു കർത്താവ് ധരിച്ചിരുന്നത്. And Luke 3:16, if you read, you will understand that Jesus was wearing footwears. അത് മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 3:16 നമുക്ക് കാണുന്നതനുസരിച്ച് യേശു കർത്താവ് കാലിൽ ചെരുപ്പ് അണിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. What is the essence of all these things? ഈ കാര്യങ്ങളുടെ ഒക്കെ രത്നചുരുക്കം എന്താണ്? The appearance of Jesus when he was living here 33.5 years was quite ordinary. യേശു കർത്താവിൻ്റെ 33.5 വർഷത്തെ ഈ ഭൂമിയിലെ വാസം എന്ന് പറയുന്ന വളരെ ശാന്തമായിട്ടും വളരെ വ്യത്യസ്തമായതുമായ ജീവിതമായിരുന്നു. His costume was not royal. Even though he was king, he was not wearing the royal garments. അവൻ്റെ വസ്ത്രം എന്നുള്ളത് ഒരിക്കലും രാജകീയമായിരുന്നില്ല. അവൻ രാജാവായിരുന്നിട്ട് കൂടെ അവൻ രാജകീയ വസ്ത്രമല്ലായിരുന്നു ധരിച്ചത്. And he was not wearing the costume of a prophet. അതുപോലെ തന്നെ പ്രവാചകന്റെ വസ്ത്രധാരണമല്ലായിരുന്നു തനിക്കുണ്ടായിരുന്നത്. John the Baptist was wearing that kind of a costume. എന്നാൽ യോഹന്നാൻ സ്നാപകൻ അത്തരത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. And Jesus was not wearing the dress of a beggar. അതുപോലെ തന്നെ ഒരു യാചകന്റെ വസ്ത്രവും അല്ലായിരുന്നു യേശു കർത്താവ് ധരിച്ചിരുന്നത്. Ordinary. സാധാരണ വസ്ത്രം. So in appearance, Jesus was just as others. കാണപ്പെടുന്നതിൽ യേശു കർത്താവ് മറ്റുള്ളവരെ പോലെ തന്നെ തോന്നിയിരുന്നു. Then where is the difference? അങ്ങനെയെങ്കിൽ എവിടെയാണ് ഈ വ്യത്യാസം കിടക്കുന്നത്? I will tell you in the coming episodes. വരുന്ന എപ്പിസോഡിൽ അത് ഞാൻ നിങ്ങളോട് പറയുന്നത്. Never miss one single episode. ഒരു സിംഗിൾ എപ്പിസോഡ് പോലും ഒഴിവായി പോകരുത്. Today, Friday, we have Global Zoom Healing Crusade. ഇന്ന് വെള്ളിയാഴ്ച നമുക്ക് ഗ്ലോബൽ സൂം മീറ്റിംഗ്, ഹീലിംഗ് ക്രൂസേഡ് മീറ്റിംഗ് ഉണ്ട്. And I invite you personally. ഞാൻ നിങ്ങളെല്ലാവരും വ്യക്തിപരമായി ക്ഷണിക്കുക. Come in the Zoom or on the YouTube channel or Facebook channel you can watch. നിങ്ങൾക്ക് സൂമിൽ വരാം, ഫേസ്ബുക്കിലോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. Let's listen to one testimony. നമുക്ക് ഒരു ടെസ്റ്റിമണി ഇപ്പോൾ കേൾക്കാം. ബ്രദറെ, ഞാനിപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്ന് മഞ്ജുവാണ് വിളിക്കുന്നത്. ഞാനൊരു സാക്ഷ്യം പറയാനാണ്. എൻ്റെ മമ്മിക്ക് വേണ്ടിയാണ്. മമ്മി അടിമാലിയിലാണ് താമസിക്കുന്നത്. മമ്മിക്ക് കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് പൈൽസിൻ്റെ പ്രോബ്ലം നന്നായിട്ടുണ്ട്. അപ്പം മമ്മിക്ക് ഇങ്ങനെ പെട്ടെന്ന് ചികിത്സിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലാണ്. മമ്മിക്ക് അത് ഇപ്പം സഹിച്ച് മമ്മി അങ്ങ് കഴിയുകയായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹീലിംഗ് ക്രൂസൈഡൊക്കെ കൂടുന്നുണ്ട് ഒക്കെ പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, എൻ്റെ മോളെന്നാ ഒന്ന് പ്രാർത്ഥിക്ക്, മമ്മിക്കൊന്ന് സൗഖ്യം കിട്ടാൻ. ആശുപത്രിയിൽ നിന്നും പോകാൻ മമ്മിക്ക് ഇപ്പം നിവൃത്തിയില്ലാത്ത അവസ്ഥയാണല്ലോ. മമ്മിയുടെ അമ്മച്ചി കൂടെയുണ്ട്, 90 വയസ്സായ. അതുകൊണ്ടാണ് മമ്മിക്ക് പോകാൻ സാധിക്കാത്തത്. അപ്പം ഞങ്ങൾ ഏപ്രിൽ 9 ഹീലിംഗ് ക്രൂസൈഡിൽ വളരെ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മമ്മിക്കത് പൂർണ്ണമായിട്ടും ഭേദമാവുന്നു. അത് തീർത്തും ഇല്ലാതാകട്ടെ തന്നെ ഞങ്ങൾ വിശ്വാസപൂർവ്വം, ഞാനും 4 മക്കളുണ്ട്, അവരോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. യേശു അത് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. 11-ാം തീയതി ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ തൊട്ട് മമ്മി പറഞ്ഞു, എനിക്കിപ്പം ബ്ലീഡിംഗ് ഒന്നും ഇല്ല, നല്ല സുഖം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ വരെയും, ഇന്ന് ഞങ്ങൾ വിളിച്ചില്ല, ഇന്നലെ വരെയും മമ്മിക്ക് ഈ അസുഖം ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷങ്ങളായിട്ടുള്ളതായതുകൊണ്ട് മമ്മിക്ക് അത് ഭയങ്കര അത്ഭുതമാണ്. മമ്മിക്ക് വീട്ടിലിങ്ങനെ ഹീലിംഗ് ക്രൂസൈഡ് കൂടാനുള്ള സാഹചര്യമില്ല, സാധാരണ ഫോണൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനും. കർത്താവ് എപ്പോഴും പ്രവർത്തനനിരതനായിട്ട് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നുള്ള. Amen. Amen. I'm charged. Hallelujah. This is a wonderful testimony. ഇതൊരു വളരെ മനോഹരമായ ടെസ്റ്റിമണിയായിരുന്നു. I believe miracles are going to take place now. ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. If you believe, you can also receive. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രാപിക്കാൻ സാധിക്കും. Father, whatever situation people are in the name of Jesus, let them receive your healings, breakthroughs, miracles. കർത്താവേ, ഇവരുടെ അവസ്ഥ എന്താണെങ്കിലും യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ, അനുഗ്രഹങ്ങൾ ഇവർക്കുണ്ടാകട്ടെ. In the name of Jesus, somebody who has some problems with esophagus, the Lord is healing you.
ഈസോഫാഗസിനകത്തുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കർത്താവ് ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. In the name of Jesus, you can receive your healing. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗസൗഖ്യം പ്രാപിക്കുക. And rheumatic problems, the Lord is healing now. ഇപ്പോൾ തന്നെ അതുപോലെ സന്ധിവാതത്തിന്റെ അസുഖങ്ങളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. Blood pressure, blood sugar, in Jesus' name, let them become normal. ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും യേശുവിന്റെ നാമത്തിൽ അത് നോർമലായി തീരട്ടെ. And any kind of disease, any kind of ailment, you can stretch forth your hands now. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും ബലഹീനതയാണെങ്കിലും ഇപ്പോൾ കൈകൾ നീട്ടി പ്രാർത്ഥിച്ചാൽ Be healed in Jesus' name. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. And Father, give them financial breakthroughs, അതുപോലെ തന്നെ സാമ്പത്തികമായ വിടുതലുകൾ peace in ഇവർക്കുണ്ടാകട്ടെ. the family, കർത്താവെ സമാധാനം ഇവരുടെ കുടുംബത്തിൽ വാഴട്ടെ. breakthroughs in studies, job and business. അതുപോലെ തന്നെ പഠനത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ജോലിയിൽ ഒക്കെ ബ്രേക്ക് ത്രൂസ് ഉണ്ടാകട്ടെ. Even in ministry, Father. അതുപോലെ ശുശ്രൂഷയിലും ഉണ്ടാകട്ടെ അപ്പ. Thank you for listening to our prayers. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി നന്ദി. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. If you are blessed, you can also sponsor some of these episodes. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ ഇതിലുള്ള ചില എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. God bless you. Bye-bye. See you tomorrow. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈ. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ, കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ, മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക്, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക്, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം.